ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു വടൻ്റെ റെസിപ്പിയാണ്. ഈ വട എന്ന് പറഞ്ഞാൽ നമ്മളിത് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമുക്ക് നിർത്താൻ തന്നെ തോന്നൂല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൽ ഉള്ളത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് വില കൊടുത്തിട്ട് വാങ്ങണ ഒരു സാധനം ഇതിലില്ല. നമ്മൾക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുണ്ടാക്കണത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ കഴിക്കണത്. വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഒന്നിമ തുടങ്ങിയാൽ പിന്നെ ഒന്നിമ രണ്ടിമ ഒന്നും നിൽക്കൂല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവട്ടോ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വെള്ള അവലായാലും കുഴപ്പമില്ല, മട്ട അവലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് സാധാ നമ്മളെ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മൂടി നിൽക്കണ മാതിരി വെള്ളം ഒഴിക്കണം. അതൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. കുതിർക്കുക എന്നൊക്കെ പറയാം. നമ്മളിവിടെ പൊതിരാൻ വെക്കുക എന്നാണ് പറയുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നല്ലോണം പൊതിർന്ന് കിട്ടും കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് അരിയാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അതൊക്കെ അരിഞ്ഞ് സൈസാക്കി വരുമ്പോഴത്തേന് ഇത് നല്ലോണം പൊതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു കഷ്ണമായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ചോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മൾ അവലൊക്കെ നല്ലോണം കുതിർന്നിക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കാൻ തന്നെ ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഒന്ന് ഇങ്ങോട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ അവൽ വലിച്ചെടുത്തിട്ട് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അരക്കാൻ അല്ലാതെ തന്നെ ഇത് നമ്മൾ അരച്ചെടുത്താൽ അരക്കാൻ കിട്ടും. പക്ഷെ ഇങ്ങനെ കൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊട്ടാൻ കിട്ടൂല കേട്ടോ. അത് നമ്മൾ കൈയേറ്റോ സ്പൂണായിട്ടോ എന്തെങ്കിലും എടുക്കണം. കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കണ മാതിരി ആയിക്കാരം കിട്ടിയിട്ടുണ്ടാവില്ല. അവലല്ല സാധനം ഒട്ടിപ്പിടിക്കും കേട്ടോ. ഒട്ടിപ്പിടിക്കുമെന്ന് വെച്ചിട്ട് നമ്മളിത് വട ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവലാണെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടി വരും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരാൾക്ക് മനസ്സിലാവില്ല കേട്ടോ അത് അവലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാട്ടോ. നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടൊന്നും ഇടരുത്. ഇതുമാതിരി കുനുകുനാ അരിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂണല്ല, ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട്. കുരുമുളക് ഫൈനായിട്ടുള്ള പൊടിയല്ല, ചെറിയ തരിപ്പോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊരിച്ചെടുക്കുമല്ലോ, ആ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തും എത്തണം. ഇഞ്ചിൻ്റെ ഒക്കെ നമ്മളെ കയ്യുമ്മൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യട്ടോ. അതൊന്നും പ്രശ്നമാക്കണ്ട, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കട്ടോ. വലിയ കഷ്ണമാക്കിയിട്ട് പിച്ച് കീറി ഇട്ട് കൊടുക്കരുത്. ഇതുമാതിരി കത്തിയേറ്റോ കത്രികയേറ്റോ എന്തെങ്കിലും ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലോണം 3 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പുളിയില്ലാത്ത കട്ട തൈരാണ്, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പുട്ടുപൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കട്ടോ. ഇല്ലാത്ത സാധനം ഇനി അത് കിട്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി, അങ്ങനെ ഇനി ഇത് ഉണ്ടാക്കാൻ കഴിയൂലല്ലോ, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് നിൽക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ചിലപ്പോൾ അരിപ്പൊടിയും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ റവ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇട്ട് കൊടുക്കും. എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ടെന്ന് നോക്കും. ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിക്കാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ അരിപ്പൊടി തന്നെ വേണമെന്നൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഇല്ലാത്ത സാധനത്തിന് വേണ്ടിയിട്ടും കാത്തിരിക്കരുത് കേട്ടോ. നമ്മളെ കയ്യിൽ എന്ത് സാധനമാണോ ഉള്ളത് അത് വെച്ചിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കയ്യുമ്മൽ ഇതേമാതിരി ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളമാക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കയ്യുമ്മൽ.
എന്നിട്ട് കുഴച്ചെടുത്താൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ആക്കിയിട്ടില്ല, വെളിച്ചെണ്ണ ആക്കിയിട്ടില്ല, അതേപോലെ തന്നെ നല്ലോണം ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കണ നല്ലോണം നമുക്കൊരിത് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈയൊന്ന് കഴുകിയാലും മതി. എന്നിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രം വെള്ളം നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഇതിങ്ങനെ ഉരുളാക്കുമ്പോൾ നല്ലോണം ഒന്ന് ഉരുളാക്കിയതിന് ശേഷം നമ്മളിത് ഉഴുന്ന് വടല്ലേ അതേ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കുക. നടുക്കൊരു ഓട്ടയാക്കി കൊടുക്കട്ടോ. വെള്ളത്തിലൊന്നും ഇങ്ങനെ വിരൽ കുത്തിയതിന് ശേഷം ഇതേമാതിരി ഒന്ന് ഓട്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഒരു ഒട്ടിപ്പിടിക്കലും ഇല്ല. നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ കുതിർത്തിക്കാണ്ട് ഇത് ഇങ്ങനെ വടൻ്റെ ഷേപ്പ് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അത്രയ്ക്ക് സന്തോഷമുണ്ട്. എല്ലാവരും കാണാനൊക്കെ തോന്നും കേട്ടോ. എനിക്ക് എല്ലാവരും എന്താ പറയുക, അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ നമ്മൾ പുതിയതായിട്ട് നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതേമാതിരി കമൻറ്റും കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റും അഭിപ്രായങ്ങളും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേട്ടോ. പിന്നെ എൻ്റെ സംസാരം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻ്റ് അയക്കാറുണ്ട് കേട്ടോ. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയുക സന്തോഷം കേട്ടോ ഞാൻ അറിയിക്കണത്. അപ്പോൾ ഇതാ എല്ലാ വടയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ നല്ലോണം ചൂടാക്കുക. എന്നിട്ട് നമ്മൾ സാധാ വട പൊരിക്കണമാതിരി തന്നെ പൊരിക്കട്ടെ. അത് നല്ലോണം പൊന്തി വീർത്ത് വരും. അത് നമുക്ക് പൊരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് വട ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് കുറച്ചൊക്കെ വേവാനുണ്ടാവുമല്ലോ. അവലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്ന് വെന്ത് കിട്ടണം ഉള്ളിലൊക്കെ. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് കിട്ടൽ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. മല്ലിൻ്റെ ഇല കൂടുതലും പുതിനേൻ്റെ ഇല കുറവുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ചെയ്യുന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു ചട്നി. പിന്നെ 3-4 ടേബിൾ സ്പൂണോളം ഞാൻ എന്താ പറയുക തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിക്കണം. അതൊക്കെ അടിച്ചെടുത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ബാച്ച് വട റെഡി ആയി കിട്ടിയിരിക്കുന്നിട്ടാ. കണ്ടില്ലേ, കണ്ടാൽ തന്നെ എന്താ രസമല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു എന്താ പറയുക, നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ലുക്കും കൂടി നമ്മൾ നോക്കുമല്ലോ. ഞാൻ നോക്കൂട്ടോ. പിന്നെ ചിലത് കുളമാകുമ്പോൾ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാണാനൊരു ലുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ലുക്കും ഉണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിടുമ്പോഴത്തേന് പ്ലേറ്റിൽ സാധനം കാലിയാവും കേട്ടോ. അത് വേറെ കാര്യം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ച് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു 5 ആൾക്ക് ഒരു 3 വെച്ച് കഴിക്കാനുള്ളത് എങ്ങനെയായാലും ഉണ്ടാക്കാൻ കിട്ടും കേട്ടോ. ഇതിൽ ചെറിയ വടയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നല്ല കിറു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി ഒരു ചമ്മന്തിയും കൂട്ടിയാണ് കഴിച്ചിട്ട് നേരിയൊരു കട്ടൻ ചായയും കൂടി പൊടിയിട്ടൊരു കട്ടൻ ചായയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊരു സുഖം എന്നറിയോ. നല്ലൊരു മഴയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല തണുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതേ മയത്തൊക്കെ കിട്ടിയാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ഞാൻ അവിടെ നിന്ന് തിന്ന്, പക്ഷേ അതിൻ്റെ പൂതി കെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചായ കുടിക്കുമ്പോൾ 2 വടയും കൂടി തിന്നിട്ടോ. അപ്പോൾ ഞാൻ 3 കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരട്ടോ, എല്ലാവരും ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായം കൂടി എന്നോട് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എൻ്റെ ഒരുപാട് സ്നേഹം അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറ.